ശബരിമല വിഷയത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തന്ത്രിക്ക് വേണ്ടി ഇവിടെ വാദിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. തന്ത്രി അയ്യപ്പന്റെ അടുത്ത ആളായതുകൊണ്ട് തന്ത്രി അയ്യപ്പനെ ഒരിക്കലും കക്കില്ല, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് ഒരു ഇഞ്ച് സ്വർണം പോലും തന്ത്രി കക്കില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ തന്ത്രിക്ക് ശബരിമലയിൽ അയ്യപ്പനും വേറെ ലോകം മാത്രമാണ്. അവിടെയുള്ള സ്വർണത്തിലും മറ്റ് വസ്തുക്കളിലുമൊക്കെ കണ്ണ് മഞ്ഞടിച്ച് തന്ത്രിയും കൂട്ടരും ചേർന്ന് നടത്തിയ ഒരു വലിയ കൊള്ള. അതിൽ മന്ത്രിമാരുണ്ട്, എംപിമാരുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വം ബോർഡിലെ അംഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അയ്യപ്പനെ അടക്കം കടല് കടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. തന്ത്രിയാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. SITയുടെ കണ്ടെത്തൽ ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് SITയുടെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ടിട്ടുണ്ടെന്നും അടുത്ത ബന്ധമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സമ്മതിച്ച വിവരങ്ങൾ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. പോറ്റിക്ക് വെറും പരികർമ്മിയായ, അതായത് ശബരിമലയിലെ അടിച്ചു നടിക്കാരനായ പോറ്റിക്ക് 30 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് പറയുന്നത്. SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിലെ വീട് പരിശോധിച്ചപ്പോൾ 2,78,000 രൂപ വീട്ടിലും സ്വർണ്ണ നാണയങ്ങളടക്കം സ്വർണ്ണാഭരണങ്ങളും വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബിനാമി ഇടപാടുകൾ പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് തന്നെ നാലാഞ്ചിറ, വട്ടിയൂർക്കാവ്, അങ്ങനെ പല സ്ഥലത്തും പോറ്റിക്ക് സ്വത്തുവകകളുണ്ട് എന്നും ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നും കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകൾ ഉണ്ട് എന്നൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ തന്ത്രിയും ഈ പ്രതികളുമൊക്കെ തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തന്ത്രി ഈ അവിടുത്തെ കൊടിമരം അടക്കം കൊടിമരത്തിലെ വാഹനം അഷ്ടദിക്പാലകരെ അടക്കം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് സ്ട്രോങ് റൂമിൽ, അതായത് ആവശ്യം കഴിഞ്ഞാൽ ഇത് ജഡമായ സാധനം വീട്ടിലേക്ക്, പ്രത്യേകിച്ച് തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല. അപ്പോൾ ഈ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ തന്ത്രി അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. ഈ അഷ്ടദിക്പാലകരെയൊക്കെ ചാക്കിൽ കെട്ടിയ നിലയിൽ പിന്നീട് സ്ട്രോങ് റൂമിൽ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഈ തന്ത്രിക്ക് വേണ്ടപ്പെട്ടവർ ഇപ്പോഴും ശബരിമല ദേവസ്വം ബോർഡിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ED പരിശോധനയ്ക്കായി എത്തുമ്പോൾ കടകംപള്ളി അടക്കം ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം SIT ചോദ്യം ചെയ്ത് വിട്ട D മണി, കടകംപള്ളി അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED വിളിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയാണ് എങ്കിൽ കടകംപള്ളിയുടെ ബന്ധം എന്താണ്? അതായത് കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? ഇവരെല്ലാരും കൂടെ ചേർന്ന് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയതിന്റെ ഇടപാട് എന്താണ്? ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഫോട്ടോസ് പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അതായത് ഫോട്ടോയിൽ ഇവരെ അപരിചിതരെ പോലെയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ട് പോയ ഒരാളെ പോലെയോ അല്ല നമുക്ക് ആ ഫോട്ടോയിൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കൾ ഇരുന്ന് രഹസ്യം പറയുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് ആ ഫോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് UDFും LDFും ഒരുപോലെ ഈ കേസിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമല വിഷയത്തിൽ BJPയുടെ മൗനം എന്താണെന്ന് ചോദിച്ചാൽ BJP ഇതുവരെ വാ തുറന്നിട്ടില്ല. BJP ഇടയ്ക്ക് SITയുടെ കാര്യം വന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ചില നേതാക്കൾ വന്ന് തന്ത്രിക്ക് വേണ്ടി വാദിച്ചു, അത് പിന്നീട് വേണ്ട എന്ന് പറഞ്ഞു. തന്ത്രിയാണെങ്കിലും കള്ളൻ തന്നെയാണ്. പിന്നീട് അത് രാജീവ് ചന്ദ്രശേഖർ തിരുത്തി അതിന്റെ മറുപടിയൊക്കെ പറഞ്ഞു. BJPയുടെ ലക്ഷ്യം EDയെ കൊണ്ടുവരിക. BJP മൗനം പാലിച്ചു, ED വന്നു. കാരണം BJP വാ തുറന്നാൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുക. അതുകൊണ്ട് ED വന്നു. ED കൃത്യമായി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ED വന്നത്. അതായത് സർക്കാരിനെതിരെയും പിന്നെ ഇവിടുത്തെ UDFിനെതിരെയും തന്ത്രിക്കെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ തന്നെ നിൽക്കുമ്പോഴാണ് EDയുടെ വരവ്. ED 27 സ്ഥലങ്ങളിൽ ഒരേ ദിവസം റെയ്ഡ് നടത്തുന്നു. പത്മകുമാറിന്റെ വീട്ടിലും വാസുവിന്റെ വീട്ടിലും ഒക്കെ പരിശോധനകൾ നടത്തുന്നു. നിർണായകമായ വിവരങ്ങൾ കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ EDയുടെ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ചെന്നെത്തുന്നത്
പല ഉന്നതന്മാരുടെ CPM-ന്റെയും UDF-ന്റെയും പല ഉന്നതന്മാരുടെ വീട്ടിലേക്കുമായിരിക്കും. തന്ത്രിക്ക് വേണ്ടി വാദിച്ചവർ ഇപ്പോ SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന നിർണായകമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നത് തന്ത്രിക്കാണ് ഇതിൽ മുഖ്യ പങ്ക്. അതായത് എല്ലാ ഇടപാടുകൾക്കും സൂത്രധാരൻ തന്ത്രിയാണ്. ശബരിമലയുമായി ഒരു ബന്ധവുമില്ലാത്ത ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയുമായും തന്ത്രിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. ഈ 1998 വിജയ് മല്യ ശബരിമലയിൽ നൽകിയ അല്ലെങ്കിൽ ശബരിമലയിൽ പൂശാൻ നൽകിയ സ്വർണത്തിന് പകരം വിജയ് മല്യ അവിടെ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കൊണ്ടുപോയിട്ടുണ്ടോ? അതിന്റെ പിന്നിലടക്കം ഈ തന്ത്രി താഴ്മൻ കുടുംബത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനുശേഷം 2004 ഈ പോറ്റി അവിടെ കൊണ്ടുവന്നത് മുതൽ തന്ത്രിയും പോറ്റിയും തമ്മിൽ നടത്തിയ ഇടപാടുകൾ എന്തൊക്കെയാണ്? ശബരിമലയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ആർക്കൊക്കെ കൊടുത്തു, എന്തൊക്കെ കടത്തി, അതിന് എന്തൊക്കെ പാരിതോഷികമാണ് തന്ത്രിക്ക് കിട്ടിയത്? അതായത് ശബരിമലയെ ഹിന്ദു ദേവാലയങ്ങളെല്ലാം ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള എന്തും എടുത്തോണ്ട് പോവാം. ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ പൂജാരിമാരും തന്ത്രിമാരും ഒക്കെ ഈ പ്രസാദം തരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇടക്കമാണ്. അതായത് നമ്മളെ സ്പർശിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സ്പർശിച്ചാൽ അവർക്ക് പിന്നെ എന്താ വ്രതം മുറിഞ്ഞു പോകും, അല്ലെങ്കിൽ അവരെ അശുദ്ധി കൽപ്പിക്കും എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ ശബരിമലയിലും അങ്ങനെയാണ്. തന്ത്രി ഇങ്ങനെ എറിഞ്ഞാണ് കൊടുക്കുന്നത്, കാരണം അശുദ്ധിയാണ്. ഇപ്പൊ തന്ത്രിയെ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന്, അതിൽ പല വിഭാഗത്തിലുള്ള പോലീസുകാരാണ്, ഇവരെല്ലാം കൂടെ കയ്യിലും വയറിലും ഒക്കെ ഇട്ട് പൊതുകയാണ് കൊണ്ടുവന്നത്. ഇപ്പൊ തന്ത്രിക്ക് അശുദ്ധി ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതായത് അയ്യപ്പൻ ഇപ്പോ നിദ്രയിലാണ്, കാരണം മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞു, ശബരിമല നട അടച്ചു, അയ്യപ്പൻ ഇപ്പോ നിദ്രയിലാണ്. ആ നിദ്രയിലിരിക്കുന്ന അയ്യപ്പൻ ഉറങ്ങുന്നില്ല. അതായത് അയ്യപ്പന്റെ സ്വത്തുവകകൾ മുഴുവൻ കൊണ്ടുപോയവന്മാരെ ഓരോരുത്തരെയായി അകത്തിട്ട് പൂട്ടുന്നത് വരെ അവിടെ അയ്യപ്പന്റെ ഒരു സാന്നിധ്യം, അതായത് തന്ത്രി വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ CPM-ന്റെ പല നേതാക്കളും UDF-ന്റെ പല നേതാക്കളും വിചാരിച്ചതുപോലെ അവിടെ ഇരിക്കുന്നത് വെറും ലോകമല്ല. അതിൽ ചൈതന്യമുണ്ട്, അതിൽ സത്യമുണ്ട്, അതിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ വരുന്നതും. ഇത്തരത്തിൽ 52 ലക്ഷം പേരാണ് ഈ വർഷം ശബരിമലയിൽ എത്തിയത്. ഈ മണ്ഡല മകരവിളക്ക് സമയത്ത് എത്തിയത്. 485 കോടിയുടെ വരുമാനമാണ് ശബരിമലയിൽ ഉണ്ടായത്. അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ അയ്യപ്പനെ പറ്റിച്ച് അയ്യപ്പന്റെ സ്വത്തുവകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അവിടെ പല പല ബിസിനസ്സുകളും, അതായത് ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയ തന്ത്രിയെ ഇനി ശബരിമലയിലെ പടി പോലും ചവിട്ടിക്കരുത് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഇയാളെ ഒരു അമ്പലത്തിലെ ഇയാൾ പൂജിച്ച അല്ലെങ്കിൽ ഇയാൾ താന്ത്രികമാരമായി നിന്ന അമ്പലങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ പരിശോധിക്കണം. അവിടെ നിന്നെല്ലാം ഇയാൾ കടൽ കടത്തിയിട്ടുണ്ടോ, പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം, അല്ലെങ്കിൽ വളരെ പുരാതനമായ ക്ഷേത്ര വിഗ്രഹങ്ങൾ അടക്കം ഇയാൾ കടൽ കടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ അടക്കം പറയുന്നത്. എന്തായാലും തന്ത്രിയെ മാത്രം കുരുക്കാനായി SIT ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തന്ത്രി തന്നെയാണ് മുഖ്യ സൂത്രധാരൻ എന്നാണ് SIT പറയുന്നത്. ഇത് മറ്റ് പലരെയും രക്ഷപ്പെടുത്താനുള്ള SITയുടെ നീക്കമാണോ എന്നുള്ളത് ചോദ്യം ചെയ്താൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല.